ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു ബ്രൈഡൽ ബ്ലൗസാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഡിസൈൻ എങ്ങനെയാണ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതും എന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു ഗമ്മ് വേണം, പിന്നെ ബോൾ ചെയിൻ, സ്റ്റോൺ ചെയിൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബേസ് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ബോൾ ചെയിൻ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോൺ ചെയിനും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബോൾ ചെയിൻ ഒട്ടിച്ച് ആ ബേസ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി അതിനകത്ത് നമ്മൾ ഇതുപോലെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇതുപോലെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെന്നായതുകൊണ്ടാണ് അധികം തെളിച്ചമില്ലാത്തതുപോലെ തോന്നുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡിസൈൻ നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പെന്ന് യൂസ് ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാവുമ്പോൾ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയൺ ബോക്സ് ഇട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്ക് വലിയ പാടുണ്ടാവില്ല, വലിയ ടെൻഷനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു പെന്ന് യൂസ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഡിസൈൻ നല്ല വ്യക്തമായിട്ട് കാണാനും പറ്റും. അതുപോലെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് മായ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ വരയ്ക്കുന്നത് പോലെ നോക്കി വരച്ചു കൊടുക്കുക. നമ്മൾ രണ്ട് ഡയറക്ഷനിലാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഇത് ഫുള്ള് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. ഈ ഒരു ബ്ലൗസിന് ബോർഡർ ഇല്ലായിരുന്നു, സ്ലീവിന് ബോർഡർ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമർ പറഞ്ഞ് ഒരു ബോർഡർ പോലെ ആദ്യം കൊടുത്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു ബോർഡർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ ബോർഡർ ഇല്ലാത്ത ബ്ലൗസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ റൗണ്ട് കുന്തൻ സ്റ്റോൺ ആണ് എടുക്കുന്നത്. ആ റൗണ്ട് മാർക്ക് ചെയ്തതിൻ്റെ നടുക്ക് നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് റൗണ്ട് കുന്തൻ സ്റ്റോണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു 12 ഷുഗർ ബീഡ്സ് ഇതുപോലെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ നീഡിൽ കുത്തിയെടുത്തത് അവിടേക്ക് തന്നെ താത്തി ഇറക്കുക. എന്നിട്ട് ആ റൗണ്ട് കുന്തൻ സ്റ്റോണിന് ചുറ്റും കറക്റ്റായി പിടിച്ച് വെച്ചിട്ട് അതിനിടയ്ക്ക് ഒരു 3-4 നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ ഒട്ടുമിക്ക ഡിസൈനിലും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. എന്നാലും കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഒന്നും കൂടി പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സും സീക്വൻസും ആണ്. 2 കട്ട് ബീഡ്സും 1 സീക്വൻസും ആ ഒരു രീതിക്ക് എടുത്തിട്ട് നമ്മളിത് ഈ കാണുന്നത് പോലെ ഇങ്ങനെ വച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനെ നമ്മൾ കുരിശ് വരയ്ക്കില്ലേ, ആ കുരിശ് വരയ്ക്കുന്നത് പോലെ ആദ്യം വച്ചു കൊടുക്കുക. വച്ച് കൊടുത്തതിന് ശേഷം അകത്ത് ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു കറക്റ്റ് ലെവലിന് കാണുമ്പോൾ നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടുന്നത് പോലെ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നമ്മളിത് ഇതുപോലെ ആദ്യം 4 എണ്ണം വച്ചു കൊടുത്തു. ഇനി അതിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരു 2 എണ്ണം വരും. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു റൗണ്ടിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് ആയതുകൊണ്ട് ഒരു 2 എണ്ണം വച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലൗസിൽ അധികം വർക്കൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു ബോർഡർ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് ഫുള്ളാണ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ റൗണ്ട്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തു. ഇനി ആ ഒരു ഭാഗത്ത് നമ്മൾ ബോൾ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ടും ബോൾ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാ ഭാഗത്തും നമ്മളത് ഇതുപോലെ ബോൾ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഈ ഒട്ടിക്കുന്ന സാധനം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു നോട്ട് നിങ്ങൾ കൊടുത്തിക്കണം. അത് മസ്റ്റായിട്ടും ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലീഫാണ്. അപ്പം ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ചരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 3 കട്ട് ബീഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടാമത്തെ ലെയർ വയ്ക്കുമ്പോൾ ഒരെണ്ണം വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് ആ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുക്കിങ്ങോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മളിവിടെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബോൾ ചെയിൻ ഒട്ടിച്ചതിൻ്റെ അവിടെയും കുറച്ച് ലീഫ് വരച്ചെടുത്തിട്ടില്ലായിരുന്നോ? അപ്പോൾ അവിടെ നമ്മൾ 2 കട്ട് ബീഡ്സ് വയ്ക്കുന്നുള്ളൂ. നേരത്തെ അവിടെ 3 വെച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ചെറിയൊരു ലീഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കട്ട് ബീഡ്സ് മാത്രം ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്ത് ആ ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ 3 വര വരച്ചിരിക്കുന്നില്ലേ, അവിടെ നമ്മൾ 2 കട്ട് ബീഡ്സും ഒരു സീക്വൻസ് ആ ഒരു രീതിക്ക് എടുത്തിട്ട് ഇങ്ങനെ 3 ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതേ രീതിക്ക് വെച്ച് കൊടുക്കുക. ഇത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ബിഗിനേഴ്സിനായാലും നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് അത്യാവശ്യം പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മളെ ബോർഡർ ഇവിടെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ ചെയ്ത ബേസ് കൊടുത്തില്ലായിരുന്നോ, അതേ ബേസ് അതുപോലെ നമ്മൾ മുകളിലും കൊടുക്കാം. പിന്നെ ഈ ബ്ലൗസിൽ നമ്മൾ ബാക്കി ഭാഗത്ത് സ്പ്രെഡ് വർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. സ്റ്റോൺ ഒട്ടിച്ചിട്ട് അവിടെ നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും ഞാൻ ആ വരച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത ഫ്ലവറിൽ 4 വച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, 4 വച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണേ വരുന്നുള്ളൂ. കാരണം നമ്മളിവിടെ ചെറിയൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇടയ്ക്ക് ഇതുപോലെ ഒരെണ്ണം വച്ചു കൊടുത്ത് ആ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. നല്ലൊരു രസമാണത് കാണാൻ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ പറയുക. സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ഇതിന് സെയിം മേച്ചാവുന്ന രീതിക്ക് വേറൊരു പാറ്റേൺ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഈ ഒരു ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.